നമ്മളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒക്കെമായിട്ടുള്ളൊരു ജൈവ രീതിയെ അധികാരവുമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ അധികാരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അന്തർധാരയെ മറ്റൊരു ഫാസിസ രീതിയിലേക്ക് പരിണാമം സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ ധബാരി കുരുവിയുടെ പ്രദർശനം പെരിന്തൽമണ്ണയിൽ നടന്നു. അട്ടപ്പാടിയിലെ പെൺകുട്ടികളെ പോരാടാൻ പഠിപ്പിക്കുന്ന സിനിമയാണ് ധബാരി കുരുവി. പൂർണ്ണമായും ഇരുള ഭാഷയിലാണ് സിനിമയുടെ ചിത്രീകരണം. സംവിധായകൻ പ്രിയനന്ദനും അഭിനേതാക്കൾക്കുമൊപ്പം പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിലെ കുട്ടികളും വിസ്മയ തിയേറ്ററിൽ നടന്ന പ്രദർശനം കാണാനെത്തിയിരുന്നു. സിനിമ പ്രേക്ഷകർക്ക് നവ്യാനുഭവമായി മാറി. കൗമാരപ്രായത്തിൽ അമ്മയാവാൻ വിധിക്കപ്പെട്ട ആദിവാസി ഊരുകളിലെ പെൺകുട്ടികളുടെ ദയനീയ ജീവിതം ധബാരി കുരുവി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരിലെത്തിച്ച പ്രശസ്ത സംവിധായകൻ പ്രിയനന്ദൻ ഗോത്രവിഭാഗങ്ങളുടെ ജീവിത പശ്ചാത്തലമാണ് സിനിമയിലൂടെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. അട്ടപ്പാടി ഊരിലെ 13-14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സ്വന്തം ശരീരത്തിൽ അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ അതിജീവനത്തിനായി പോരാടി വിജയിച്ച 3 പെൺകുട്ടികളുടെ ജീവിത കഥയാണ് ചിത്രം പറയുന്നത്. പഠിക്കുവാനോ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനോ ഇടമില്ലാതെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ വളരുന്ന ആദിവാസി ഗോത്രവർഗ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ കണ്ണീരും പ്രതീക്ഷയുമെല്ലാം പ്രേക്ഷകർക്ക് ചിത്രത്തിൽ കാണാം. പോരാടി വിജയിക്കുന്നിടത്താണ് ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങുന്നതെന്ന് ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയായി മാറുകയാണ് ധബാരി കുരുവി. ഇതിനോടകം നിരവധി ചലച്ചിത്രമേളകളിൽ ഇടം നേടിയ ചിത്രത്തിന്റെ പ്രദർശനം കാണാൻ പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ സംവിധായകനും അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. സംവിധായകനും അഭിനേതാക്കൾക്കുമൊപ്പം പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിലെ കുട്ടികളും സിനിമ കാണാൻ എത്തിയിരുന്നു. ഏറെ ബുദ്ധിമുട്ടിയാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതെന്നും ജീവിതം ഇരുളിൽ ആണ്ടുപോയവരെക്കുറിച്ച് പുറം ലോകം അറിയണമെന്നും സംവിധായകൻ പ്രിയനന്ദൻ പറഞ്ഞു. 27 ദിവസങ്ങളാണ് നമ്മൾ വന്നത്. അത് നമ്മുടെ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. മഴ, ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളാണ്. സാധാരണ ഒരു സിനിമ ചിത്രീകരിക്കുന്ന പോലത്തെ ഒരു ഏരിയാസ് അല്ല നമ്മൾ ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചതൊക്കെ. പിന്നെ അതിനൊക്കെ മറികടക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് എല്ലാം നമ്മൾക്ക് അനുകൂലമാവുന്നത്. പ്രതികൂലങ്ങളെ അനുകൂലിച്ചുകൊണ്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം. എല്ലാം അനുകൂലമായിട്ട് നമുക്ക് വരില്ല. ഗോത്രവർഗക്കാരുടെ ഭാഷയായ ഇരുള ഭാഷയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നതിന്റെ തെളിവാണ് ധബാരി കുരുവി. സ്വപ്ന ചിറകിലേറി വാനോളം ഉയരെ പറക്കാൻ കൊതിക്കുന്ന കൗമാരത്തെ ജാതിയുടെയും ഗോത്രത്തിന്റെയും പേരിൽ തളച്ചിടുന്ന ചിലരുടെ താല്പര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നത് സംവിധായകൻ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. സംവിധായകനോടൊപ്പം സിനിമ കാണാൻ പ്രധാന കഥാപാത്രമായ പാപ്പാത്തിയെ അവതരിപ്പിച്ച മീനാക്ഷിയും ഛായാഗ്രഹണം നിർവഹിച്ച പ്രിയനന്ദന്റെ മകൻ അശ്വഘോഷും ഗാനങ്ങൾ രചിച്ച നൂറ വരിക്കോടൻ, മറ്റൊരു കഥാപാത്രം അവതരിപ്പിച്ച ഗോപാലകൃഷ്ണൻ എന്ന ഗോക്രി, മീനാക്ഷിയുടെ പിതാവ് രംഗൻ, മറ്റ് അണിയറ പ്രവർത്തകരും വിസ്മയ തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയിരുന്നു. ഇരുൾ വീണ തങ്ങളുടെ ജീവിതത്തിലെ ഇരുൾ മാറ്റി വെളിച്ചം കൊണ്ടുവരാനുള്ള ശ്രമമാണ് സംവിധായകൻ നടത്തിയിരിക്കുന്നതെന്നും ചിത്രം ആദിവാസി ഊരുകളുടെ യഥാർത്ഥ ചിത്രമാണെന്നും മീനാക്ഷി പറഞ്ഞു. അട്ടപ്പാടിയിലെ പ്രായപൂർത്തിയാവാത്ത അമ്മമാർ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു ഈ പ്രായപൂർത്തിയാവാതെ ഗർഭിണിയായ തലസ്ഥാനം, അതുപോലെ തന്നെ സ്വപ്നങ്ങൾ തേടി നടക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ധബാരി കുരുവി എന്ന മൂവി പറയുന്നത് തന്നെ അട്ടപ്പാടികളിലെ ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ 3 ക്യാരക്ടറും ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അട്ടപ്പാടിയിൽ റിയലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത് തന്നെ. ചിത്രത്തിലെ 2 ഗാനങ്ങളും ആലപിച്ചിരിക്കുന്നത് മീനാക്ഷിയാണ്. പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമാണ് ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ഇരുള ഭാഷയിൽ ചിത്രീകരിച്ച സിനിമ നൽകിയത്. പ്രദർശനത്തിന് ശേഷം അണിയറ പ്രവർത്തകർക്ക് ആദരവും ഒരുക്കിയിരുന്നു. അച്ഛനാരെന്നറിയാതെ അട്ടപ്പാടിയിലെ ആദിവാസിയൂരുകളിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ചിത്രം നിങ്ങൾക്ക് ഇതിൽ കാണാം. കണ്ണുകളിൽ നിരാശയും ഭീതിയുമായി കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ചിറക് നൽകാനും സ്വപ്ന ചിറകിലേറി പറക്കാനും ഈ സിനിമ പ്രചോദനമായെങ്കിൽ അതുതന്നെയാണ് സംവിധായകനും അണിയറ പ്രവർത്തകർക്കുമുള്ള ഏറ്റവും വലിയ അംഗീകാരം.
ചാനൽ 10 പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024. പാലൂരിലിനി ഉത്സവ ദിനരാത്രങ്ങൾ ജനുവരി 18 മുതൽ 26 വരെ. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പുലാമന്തോൾ.